കർണാടക നിയമസഭാ മന്ദിരത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. നിയമസഭാ മന്ദിരത്തിന്റെ പരിസരത്ത് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം മുഴക്കിയതായി പരാതി. കോൺഗ്രസ് രാജ്യസഭാ മത്സരാർത്ഥി നാസിർ ഹുസൈന്റെ അനുയായികൾ പാകിസ്ഥാന് സിന്ദാബാദ് വിളിച്ചു. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നുഴഞ്ഞു കയറിയതായും പരാതിയിൽ പറയുന്നു. ഇവരുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, നിയമസഭാ മന്ദിരത്തിന്റെ പരിസരത്താണ് ഇത്തരത്തിലുള്ള ഒരു പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിയുണ്ടായത്. നസീർ ഹുസൈൻ്റെ അനുയായികൾ, കോൺഗ്രസ് നേതാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അനുയായികൾ, ഒരു ആസൂത്രിതമായ നീക്കം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള പരാതി തന്നെയാണ്, വിമർശനം തന്നെയാണ് വരുന്നത്, അല്ലേ? നിലവിൽ ഈ സംഭവത്തിൽ ബംഗളൂരു സിറ്റി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നുണ്ട് എങ്കിൽ പോലും വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ, പ്രത്യേകിച്ച് NIA ഉൾപ്പെടെയുള്ള ഏജൻസികൾ വിഷയത്തിൽ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് BJPയുമൊപ്പം കർണാടകയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ശോഭാ കരന്ദലജയും ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിട്ടുള്ള പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇന്നലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് വിജയിച്ചതിന് ശേഷമുള്ള ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് കർണാടക നിയമസഭാ മന്ദിരത്തിന്റെ വളപ്പിൽ കോൺഗ്രസ് പ്രവർത്തകർ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. വലിയ രീതിയിൽ പരാതികൾ ഈ സംഭവത്തിൽ ഉയർന്നിട്ടുണ്ടെങ്കിലും കർണാടക പോലീസിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമായിട്ടുള്ള നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല എന്ന ആരോപണം BJP മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം എങ്ങനെയാണ് ഇത്തരത്തിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച നിയമസഭാ മന്ദിരത്തിന്റെ വളപ്പിനുള്ളിൽ സംഭവിച്ചത് എന്നുള്ളത് വിശദമായി പരിശോധിക്കണം എന്നുള്ള കാര്യവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുൻപിലേക്ക് ഇപ്പോൾ പരാതിയായി ലഭിച്ചിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കാണ് കേന്ദ്രമന്ത്രി, കർണാടകയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ശോഭാ കരന്ദലജെ പരാതി നൽകിയിട്ടുള്ളത്. കോൺഗ്രസിന്റെ MP സയ്യിദ് നാസർ ഹുസൈന്റെ അനുയായികളാണ്. അതായത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഈ സയ്യിദ് നാസർ ഹുസൈനെ പാർലമെന്റ് ഈ നിയമസഭാ മന്ദിരത്തിന്റെ വളപ്പിലൂടെ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനമായി വരുമ്പോഴാണ് പാകിസ്ഥാന് സിന്ദാബാദ് ആക്കൂട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ വിളിച്ചിട്ടുള്ളത്. ഏറെ ഗൗരവമുള്ള വിഷയത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണം എന്നുള്ളതാണ് നിലവിലെ ആവശ്യം. ഒപ്പം നിരോധിത ഭീകര സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളിൽ കടന്നു കയറിയിട്ടുണ്ടെന്നും ഈ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിന് അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് ഈ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള നിരോധിത ഭീകര സംഘടനയിലെ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ആഭ്യന്തര മന്ത്രാലയത്തിന് പരാതിയായി ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഇക്കാര്യത്തിൽ കൂടി വിശദമായ അന്വേഷണം ആവശ്യമാണ്. അതായത് ആസൂത്രിതമായി, ഇപ്പോൾ KP സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ നിലവിലെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആസൂത്രിതമായ ഇത്തരം നീക്കങ്ങൾ, വിഘടനവാദ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് കർണാടക നിയമസഭാ മന്ദിരത്തിന്റെ വളപ്പിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ പാക് അനുകൂല മുദ്രാവാക്യം മുഴങ്ങിയതിന്റെ ഒരു ഉദാഹരണമായി കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ കൃത്യമായ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണം എന്നുള്ളതാണ് നിലവിലെ ആവശ്യം. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.